ഏവർക്കും അഡ്ഹോക്ക് ലേണിംഗിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് 2024 ജൂലൈ മാസത്തെ കറണ്ട് അഫയേഴ്സിന്റെ ബാക്കി ഭാഗത്തിലേക്ക് കടക്കുകയാണ്. എന്റെ പേര് അശ്വിൻ. നമുക്ക് എത്രയും പെട്ടെന്ന് ക്ലാസ്സിലേക്ക് മൂവ് ചെയ്യാം. നോക്കൂ, ഇന്ന് നമ്മൾ ആദ്യം പഠിക്കുന്നത് ലെനാക്ക പവിറിനെ കുറിച്ചാണ്. ലെനാക്ക പവിർ കേട്ടിട്ടുണ്ടോ? ലെനാക്ക പവിർ എന്താണ് ലെനാക്ക പവിർ? HIV തടയുന്നതിനായിട്ടുള്ള ആദ്യമായി പരീക്ഷിച്ച് വിജയിച്ച മരുന്നാണ് ലെനാക്ക പവിർ എന്ന് പറയുന്നത്. ലെനാക്ക പവിർ എന്ന് പറയുന്നത് ഒരു US കമ്പനി ആയിട്ടുള്ളതാ. ഇതിൽ കാണുന്ന പടത്തിൽ കാണുന്ന ഗിലിയഡ് അല്ലെ, ഗിലിയഡ് സയൻസസ് എന്ന് പറയുന്ന ഒരു കമ്പനി, US കമ്പനിയാണ് ഇത് നിർമ്മിച്ചത്. ഇതിന് 2 ഡോസുകളാണുള്ളത്. 2 കുത്തിവയ്പ്പുകൾ നമ്മൾ എടുക്കണം. 2 കുത്തിവയ്പ്പുകൾ എടുക്കണം. അതുപോലെ തന്നെ ഇത് ചർമ്മത്തിന്റെ അടിയിലാണ് ഇത് കുത്തിവെക്കേണ്ടത്. അതുപോലെ ഇത് ആദ്യമായിട്ട് പരീക്ഷിച്ചത് ദക്ഷിണാഫ്രിക്കയിലും ഉഗാണ്ടയിലുമാണ്. എന്താണ്? ദക്ഷിണാഫ്രിക്കയിലും ഉഗാണ്ടയിലുമാണ് ഈ മരുന്ന് പരീക്ഷണം നടത്തിയത്. അപ്പൊ എന്താണ് മരുന്നിന്റെ പേര്? ലെനാക്ക പവിർ. 2 ഡോസുകളുണ്ട്. ചർമ്മത്തിനടിയിലാണ്. US കമ്പനി ആയിട്ടുള്ള ഗിലിയഡ് സയൻസസ് എന്ന് പറയുന്ന കമ്പനിയാണ് ഇത് വികസിപ്പിച്ചെടുത്തത്. ഇത് പരീക്ഷണം നടത്തിയത് ദക്ഷിണാഫ്രിക്കയിലും ഉഗാണ്ടയിലുമാണ്. പഠിച്ചു വയ്ക്കുക. അടുത്തത് ഹെൻലി പാസ്പോർട്ട് സൂചിക. നമുക്കറിയാം ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള പാസ്പോർട്ടുകളുടെ ഒരു ഇൻഡെക്സ് ആണ് ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് എന്ന് പറയുന്നത്. സോ ഈ ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ടുള്ള രാജ്യങ്ങളുടെ നിരയിൽ ഇന്ത്യയുടെ സ്ഥാനം വന്നത് 82 ആണ്. 2024 ഇൻഡെക്സ് ആണ്. 82ാം സ്ഥാനമാണ് ഇന്ത്യയുടെ പാസ്പോർട്ടിന്. ഏറ്റവും ശക്തമായ പാസ്പോർട്ട് സിംഗപ്പൂരിൻ്റെതാണ്. ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള പാസ്പോർട്ട് എന്ന് പറയുന്നത് അറിയപ്പെടുന്നത് സിംഗപ്പൂരാണ്. ഇന്ത്യയുടെ സ്ഥാനം 82. ഡൽഹി പ്രകൃതി മൈതാനിൽ ഭാരത് മണ്ഡപത്തിൽ 46ാമത് ആഗോള പൈതൃക സമ്മേളനം സംഘടിപ്പിച്ചു. അപ്പോൾ ഈ 46ാമത് ആഗോള പൈതൃക സമ്മേളനം 46ാമത് ആഗോള പൈതൃക സമ്മേളനം നടന്നത് എവിടെയാണ്? അത് ഡൽഹിയിലെ പ്രകൃതി മൈതാൻ ഭാരത് മണ്ഡപത്തിലാണ്. ഒരൊറ്റ പോയിന്റ് ഉള്ളൂ, പഠിച്ചു വയ്ക്കാം. ഓക്കെ, അടുത്ത പോയിന്റ്, ഊർജ കേരള മിഷനിൽ ഉൾപ്പെടുത്തി ദ്വിതി എന്ന പേരിൽ ബൃഹത്തായ വിതരണ ശൃംഖല നവീകരിക്കുന്ന പദ്ധതിക്ക് KSEB രൂപം നൽകി. അപ്പൊ ഇവിടെ ചോദിക്കാൻ സാധ്യത ഇതാണ്, ദ്വിതി എന്ന പദ്ധതി നടപ്പിലാക്കുന്നത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? അത് KSEB ആണ്. ഏത് ബോർഡാണ്? KSEB ആണ്. കാലപ്പഴക്കം ചെന്ന ലൈനുകളും പോസ്റ്റുകളും മാറ്റി സ്ഥാപിക്കുന്നതിനും അതുപോലെ വീടുകൾക്ക് കുറുകെ കടന്നു പോകുന്ന ലൈനുകൾ അപകട സാധ്യത ഉയർത്തുന്നുണ്ടെങ്കിൽ അവ മാറ്റാനുമായുള്ള പദ്ധതിയാണ് ഈ ദ്വിതി എന്ന് പറയുന്നത്. അപ്പൊ ദ്വിതി എന്താണ്? കാലപ്പഴക്കം വന്നിട്ടുള്ള ഈ ലൈൻ കമ്പികള്, അതുപോലെ തന്നെ പോസ്റ്റുകള്, ഇതെല്ലാം മാറ്റി സ്ഥാപിക്കുക. അതുപോലെ വീടുകൾക്ക് കുറുകെ പോയിട്ടുള്ളത്, അത് അപകടകരമായിട്ടുള്ളതാണെങ്കിൽ അത് മാറ്റി സ്ഥാപിക്കുക. അത്തരം കാര്യങ്ങളാണ് ഈ പദ്ധതിയിലൂടെ നടപ്പിലാക്കുന്നത്. ഓക്കെ, വൈദ്യുതി കമ്പി പൊട്ടി വീണത് ശ്രദ്ധയിൽപ്പെട്ടാൽ അറിയിക്കേണ്ട ഹോട്ട്ലൈൻ നമ്പറാണ്. പഠിച്ചു വെക്കുക, 94 96 01 01 01. പഠിക്കാൻ ഭയങ്കര എളുപ്പമാണല്ലോ. 94 96 എന്താണ്? 94 96. പിന്നെ പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. 01 01 01. 94 96 01 01 01. ഓക്കെ അല്ലേ? ആ പോയിന്റ് പഠിച്ചു വെക്കാം. തിരുവോണ ദിവസം ശ്രീ പത്മനാഭസ്വാമിക്ക് സമർപ്പിക്കുന്ന ഓണവില്ലിന് കേന്ദ്ര സർക്കാരിന്റെ ട്രേഡ് മാർക്ക് രജിസ്ട്രി സർട്ടിഫിക്കറ്റ് ലഭിച്ചു. ഓക്കെ, അപ്പൊ എന്താണ്? തിരുവോണ ദിവസം ശ്രീ പത്മനാഭസ്വാമിക്ക് സമർപ്പിക്കുന്ന ഓണവില്ല് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ അല്ലെ? ഓണവില്ല് സമർപ്പിക്കാറുണ്ട്. ആ ഓണവില്ലിന് എന്ത് കിട്ടി? ട്രേഡ് മാർക്ക് സർട്ടിഫിക്കറ്റ് രജിസ്ട്രിയിൽ ട്രേഡ് മാർക്ക് സർട്ടിഫിക്കറ്റ് ലഭിച്ചു കേട്ടോ. ട്രേഡ് മാർക്ക് രജിസ്ട്രിയിൽ നിന്നും സർട്ടിഫിക്കറ്റ് ലഭിച്ചു. അപ്പൊ ട്രേഡ് മാർക്ക് ലഭിച്ചത് ഓണവില്ലിനാണ്. പഠിച്ചു വെക്കുക. ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് നമുക്ക് കിടക്കാം. ഇദ്ദേഹത്തിന് അറിയൂ നിങ്ങൾക്ക്? ഇദ്ദേഹമാണ് MS ധോണി അല്ല, MS വല്യത്താൻ. ആരാണ്? MS വല്യത്താൻ. ആരാണ് MS വല്യത്താൻ? MS വല്യത്താൻ എന്നറിയപ്പെടുന്നത് നമ്മുടെ ലോകപ്രശസ്ത ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധനും തിരുവനന്തപുരം ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് സ്ഥാപക ഡയറക്ടറുമായിട്ടുള്ള ഡോക്ടറാണ് MS വല്യത്താൻ. അപ്പൊ MS വല്യത്താൻ ഈ അടുത്ത് അന്തരിച്ചു. അതുകൊണ്ട് തന്നെ MS വല്യത്താനുമായി ബന്ധപ്പെട്ട് ചോദിച്ചേക്കാം. ഓക്കെ, ശ്രീചിത്ര മെഡിക്കൽ കോളേജിലെ സ്ഥാപക ഡയറക്ടർ ആയിരുന്നു ആര്? നമ്മുടെ MS വല്യത്താൻ. ഓക്കെ, 2005 പത്മവിഭൂഷൺ നൽകി ആദരിച്ചു. ഓക്കെ, 2005 പത്മവിഭൂഷൺ നൽകി ആദരിച്ചു. കഴിഞ്ഞില്ല പോയിന്റ്. ഫ്രഞ്ച് സർക്കാരിന്റെ ഷവലിയാർ പദവി എന്നീ തുടങ്ങി മറ്റനവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ഷവലിയാർ പദവി ലഭിച്ചിട്ടുണ്ട്. ഫ്രഞ്ച് സർക്കാരിന്റെ ഷവലിയാർ പദവി ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ആദ്യമായി
കൃത്രിമ വാൽവ്, ബ്ലഡ് ബാഗ്, അതുപോലെ ഓക്സിജനറേറ്റർ എന്നിവയുടെ നിർമ്മാണത്തിന് നേതൃത്വം നൽകി. എന്തിന്റെയാ? ഇന്ത്യയിൽ ആദ്യമായി കൃത്രിമ വാൽവ്, ബ്ലഡ് ബാഗ്, അതുപോലെ ഓക്സിജനറേറ്റർ എന്നിവയുടെ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് MS വല്യത്താൻ. കഴിഞ്ഞിട്ടില്ല. ആധുനിക സയൻസിന്റെ സഹായത്തോടെ ആയുർവേദത്തിൽ ഗവേഷണം ആകാമെന്നും ചികിത്സാഫലം മെച്ചപ്പെടുത്താൻ സഹായകമാവുമെന്നും ലോകത്തോട് വിളിച്ചു പറഞ്ഞ ആയുർബയോളജിയുടെ സൃഷ്ടാവായിരുന്നു ഡോക്ടർ MS വല്യത്താൻ. അതൊരു പോയിന്റാ പഠിക്കുക. ആയുർബയോളജി കേട്ടോ. ആയുർബയോളജിയുടെ സൃഷ്ടാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ഡോക്ടർ MS വല്യത്താനാണ്. അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് ഒരുപാട് പോയിന്റുകളുണ്ട്, ചോദിക്കാൻ സാധ്യതയുണ്ട്. അടുത്ത പോയിന്റ്, ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻസ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഓർക്കിഡ് ഗവേഷണത്തിൽ പങ്കുവച്ചതിന് ഗവേഷകർ നൽകിയ സമ്മാനമാണ് ആ ഓർക്കിഡ് നാമം. ഏത് ഓർക്കിഡ് നാമം? ഫാഫിയോപെഡിലം MS വല്യത്താൻ. ഇദ്ദേഹത്തിന്റെ പേരിലെ ഒരു ഓർക്കിഡിന് പേര് കൊടുത്തു. അതിന്റെ പേരാണ് ഫാഫിയോപെഡിലം MS വല്യത്താൻ. MS വല്യത്താൻ ആളുടെ പേര്. അതിനു മുമ്പ് എന്ത് പഠിച്ചാൽ മതി? ഫാഫിയോപെഡിലം MS വല്യത്താൻ. എന്തിനു കൊടുത്തു? ആര് കൊടുത്തു? ഇത് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻസ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഓർക്കിഡ് ഗവേഷണത്തിൽ പങ്കുവഹിച്ചതിന് അവിടുത്തെ ഗവേഷകർ നൽകിയ പേരാണ് എന്ത്? ഫാഫിയോപെഡിലം MS വല്യത്താൻ. അതൊരു ബഹുമതിയായിട്ട് അദ്ദേഹത്തിന്റെ പേര് സമർപ്പിച്ചതാണ്. ഓക്കെ, അപ്പോൾ വല്യത്താനുമായി ബന്ധപ്പെട്ട് ഒരുപാട് പോയിന്റുകൾ ഉണ്ട്, പഠിക്കേണ്ടതുണ്ട്, ചോദിക്കാൻ സാധ്യതയുണ്ട്. കേരള കേന്ദ്ര സർവകലാശാലയുടെ പുതിയ ഭരണനിർവഹണ ആസ്ഥാന മന്ദിരത്തിന്റെ പേരാണ് ഡോക്ടർ BR അംബേദ്കർ ഭവൻ. കേരളത്തിലെ കേന്ദ്ര സർവകലാശാലയുടെ പുതിയ ഭരണനിർവഹണത്തിന്റെ ആസ്ഥാന മന്ദിരത്തിന്റെ പേരാണ് ഡോക്ടർ BR അംബേദ്കർ ഭവൻ കേട്ടോ. ഡോക്ടർ BR അംബേദ്കർ ഭവൻ. NCERTയുടെ പുതിയ 6ാം ക്ലാസ് പാഠപുസ്തകത്തിൽ ഹാരപ്പൻ സംസ്കാരത്തെ സിന്ധു സരസ്വതി സംസ്കാരം എന്നാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് ചോദിക്കാം, ഹാരപ്പൻ സംസ്കാരത്തെ ഏത് പേരിലേക്കാണ് മാറ്റിയത്? സരസ്വതി സംസ്കാരമാണോ, സിന്ധു സംസ്കാരമാണോ എന്നൊക്കെ എടുത്ത് ചോദ്യം. സിന്ധു സരസ്വതി സംസ്കാരമാണോ? ഏതാണ്? സിന്ധു സരസ്വതി സംസ്കാരമാണ് കേട്ടോ. സിന്ധു സരസ്വതി സംസ്കാരം എന്നുള്ളതാണ് പുതിയ പേര്. ഈ പുസ്തകത്തിലെ PSC ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു പോയിന്റ് പറയുന്നുണ്ട്, സരസ്വതി നദി അപ്രത്യക്ഷമായിട്ടില്ലെന്നും ഭൂമിയുടെ അടിയിലൂടെ ഒഴുകുന്ന നദിയാണെന്നും അതുപോലെ അങ്ങനെ ഒരു നദി ഇല്ല എന്നും എല്ലാം പല വാദങ്ങളുണ്ട് അല്ലെ. പക്ഷെ ഈ പുസ്തകത്തിൽ പറയുന്നത് എന്താ? സരസ്വതി നദി അപ്രത്യക്ഷമായിട്ടില്ലെന്നും ഇന്ത്യയിൽ ഗഗർ എന്ന പേരിലും പാകിസ്ഥാനിൽ ഹക്ര എന്ന പേരിലും ഒഴുകുന്നതായും പുസ്തകത്തിൽ പറയുന്നു. അപ്പൊ എന്താണ്? സിന്ധു സരസ്വതി സംസ്കാരം എന്നാണ് ഹാരപ്പ സംസ്കാരത്തിന്റെ പുതിയ പേര് 6ാം ക്ലാസ് ടെക്സ്റ്റ് ബുക്കിലെ NCERT കൊടുത്തിട്ടുള്ളത്. മാത്രമല്ല, ഈ സരസ്വതി നദി ഇന്ത്യയിലെ ഗഗ്ര എന്ന പേരിലും അതുപോലെ പാകിസ്ഥാനിൽ ഹക്ര എന്ന പേരിലും എന്ത് ചെയ്യുന്നുണ്ട്? ഗഗ്ഗർ എന്ന പേരിലും ഹക്ര എന്ന പേരിലും ഇത് ഒഴുകുന്നുണ്ട് എന്ന് പുസ്തകത്തിൽ പറയുന്നു. അതുപോലെ 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമായ കളിവെള്ളം തുഴഞ്ഞു നീങ്ങുന്ന നീല പൊന്മാനെ നീലു എന്ന് പേരിട്ടു. ഇതാണ് നീലു. കണ്ടോ? ഫോട്ടോ കണ്ടോ? ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നീലു, നീലുമോൾ എന്നൊക്കെ വിളിക്കുക അല്ലെ. സോ നീലു എന്ന് പേരിട്ടു. അപ്പൊ നീലു എന്താണ്? നെഹ്റു ട്രോഫി വള്ളംകളിയുടെ 70ാമത്തെയാണ്, ചോദിക്കാൻ സാധ്യതയുണ്ട്. 70ാം നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമായ നീല നിറത്തിലുള്ള, അതായത് നീലപ്പൊന്മാനാണ്. ആ നീലപ്പൊന്മാനിട്ട പേരാണ് നീലു. കളിവെള്ളം തുഴഞ്ഞു നീങ്ങുന്ന നീലപ്പൊന്മാനിട്ട പേരാണ് നീലു. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു എന്ന് ഒന്നുകൂടി നോക്കാം. HIV തടയാനുള്ള മരുന്ന് കണ്ടുപിടിച്ചു. അതിന് 2 ഡോസ് ഉപയോഗിക്കണമെന്ന് നമ്മൾ പഠിച്ചു. ചർമ്മത്തിനടിയിലാണ് ഉപയോഗിക്കുന്നത് പഠിച്ചു. അമേരിക്കൻ കമ്പനിയായിട്ടുള്ള ഗിലിയാഡാണ് അത്, ഗിലിയഡ് സയൻസസ് എന്ന് പറയുന്ന കമ്പനിയാണ് ഇത് നിർമ്മിച്ചത് എന്ന് പഠിച്ചു. ദക്ഷിണാഫ്രിക്കയിലും ഉഗാണ്ടയിലുമാണ് ഇത് പരീക്ഷിച്ച് വിജയിച്ചത് എന്ന് പഠിച്ചു അല്ലെ. ഇതിന്റെ പേരെന്താണ്? ലെനാക്ക പവീർ എന്നുള്ളതാണ്. അതുപോലെ ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ സിംഗപ്പൂർ 1ാം സ്ഥാനത്തും ഇന്ത്യ 82ാം സ്ഥാനത്തുമാണ് എന്ന് നമ്മൾ പഠിച്ചു. പിന്നെ ഡൽഹി പ്രകൃതി മൈതാനിൽ ഭാരത മണ്ഡപത്തിലാണ് 46ാമത് ആഗോള പൈതൃക സമ്മേളനം നടന്നത് എന്ന് പഠിച്ചു. ഊർജ്ജ കേരള മിഷനിൽ ഉൾപ്പെടുത്തി ദ്വിതി എന്ന് പറയുന്ന പദ്ധതി ആര് നടപ്പിലാക്കുന്നതാ? KSEB നടപ്പിലാക്കുന്നതാണ്. പൊളിഞ്ഞു വീഴാറായിട്ടുള്ള കമ്പികൾ മാറ്റുക, അതുപോലെ പോസ്റ്റുകൾ മാറ്റുക, വീടുകൾക്ക് കേടുപാട് വരാൻ സാധ്യതയുള്ള അപകടകരമായിട്ടുള്ള കമ്പികൾ മാറ്റുക, ഇതൊക്കെയാണ് ഈ പദ്ധതിയിലൂടെ നടപ്പിലാക്കുന്നത്. അതുപോലെ നമ്മൾ 94 96 01 03 03 ഓർമ്മയുണ്ടോ? ഹെൽപ്പ് ലൈൻ നമ്പർ ആണ് അല്ലെ. അപകട സാധ്യതയുള്ള വൈദ്യുതി കമ്പി പൊട്ടി വീണത് ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ അറിയിക്കേണ്ട ഹോട്ട് ഹെൽപ്പ് ലൈൻ നമ്പർ ആണ് 94 96 01 01 01.
തിരുവോണ ദിവസം ശ്രീ പത്മനാഭ സ്വാമിക്ക് സമർപ്പിക്കുന്ന ഓണവില്ലിന് എന്ത് കിട്ടി? ട്രേഡ് മാർക്ക് കിട്ടി എന്ന് പഠിക്കാം. പിന്നെ നമ്മൾ ഡോക്ടർ MS വല്യത്താനെ കുറിച്ച് പഠിച്ചു. അദ്ദേഹം ശ്രീചിത്ര കോളേജിന്റെ സ്ഥാപക ഡയറക്ടർ ആയിരുന്നു എന്ന് പഠിച്ചു. 2005 പത്മഭൂഷൺ അല്ലെ പത്മവിഭൂഷൺ അവാർഡ് ലഭിച്ചു എന്ന് പഠിച്ചു അല്ലെ പത്മവിഭൂഷൺ അവാർഡ് ലഭിച്ചു എന്ന് പഠിച്ചു. അതുപോലെ തന്നെ ഫ്രഞ്ച് സർക്കാരിന്റെ ഷെവലിയർ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്. ഇന്ത്യയിൽ ആദ്യമായിട്ട് കൃത്രിമ വാൽവ്, ബ്ലഡ് ബാഗ്, അതുപോലെ ഓക്സിജനേറ്റർ എന്നിവയുടെ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ഇദ്ദേഹം എന്ന് പഠിച്ചു. അതുപോലെ അതിനേക്കാൾ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പോയിന്റ് ഇവിടെ പഠിച്ചു. ആയുർബയോളജിയുടെ സൃഷ്ടാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? MS വല്യത്താനാണ്. ഇദ്ദേഹത്തിന്റെ പേരിൽ ഒരു ഓർക്കിഡിന് പേര് കൊടുത്തു. ആ ഓർക്കിഡാണ് ഇത് പാഫിയോപെഡിലം MS വല്യത്താൻ. ആരാ കൊടുത്തത്? ഇത് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഈ പേര്. അവിടുത്തെ ഗവേഷകരാണ് ഈ പേര് കൊടുത്തത്. അതുപോലെ കേരള കേന്ദ്ര സർവകലാശാലയുടെ പുതിയ മന്ദിരത്തിന്റെ പേരാണ് ഡോക്ടർ BR അംബേദ്കർ ഭവൻ എന്ന് നമ്മൾ പഠിച്ചു. അതുപോലെ NCERTയുടെ 6ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലെ നമ്മുടെ ഹാരപ്പൻ സംസ്കാരത്തെ സിന്ധു സരസ്വതി സംസ്കാരം എന്നുള്ള പേരിലേക്ക് മാറ്റി എന്ന് നമ്മൾ പഠിച്ചു. അതിൽ സരസ്വതി നദി ഇന്ത്യയിലെ ഗഗ്ഗർ എന്നുള്ള പേരിലും അതുപോലെ പാകിസ്ഥാനിൽ അത് ഹക്ര എന്ന പേരിലും ഒഴുകുന്നതായിട്ട് പരാമർശിച്ചിട്ടുണ്ട്. പിന്നെ 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ നമ്മുടെ ഭാഗ്യചിഹ്നമായിട്ടുള്ള കളിവള്ളം തുഴഞ്ഞു നീങ്ങുന്ന നീല പൊന്മാന്റെ പേരാണ് നീലു. ക്ലിയർ ആണല്ലോ ഇത്രയും പോയിന്റ്. അടുത്ത പോയിന്റിലേക്ക് കിടക്കാണ്. ഇന്ത്യയിൽ ആദ്യമായി ആർട്ടിസ്റ്റ് ഡാറ്റാ ബാങ്ക് പുറത്തിറക്കിയ സാംസ്കാരിക സ്ഥാപനമാണ് കേരള സംഗീത നാടക അക്കാദമി. ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് ആർട്ടിസ്റ്റ് ഡാറ്റാ ബാങ്ക്, ആർട്ടിസ്റ്റുകളുടെ ഡാറ്റാ ബാങ്ക് കേട്ടോ, ആർട്ടിസ്റ്റ് ഡാറ്റാ ബാങ്ക് ഇത് പുറത്തിറക്കിയ സ്ഥാപനമാണ് കേരള സംഗീത നാടക അക്കാദമി. കേരള സംഗീത നാടക അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? തൃശ്ശൂരാണ് അല്ലെ. സോ കേരള സംഗീത നാടക അക്കാദമിയാണ്. അടുത്ത പോയിന്റ്, സംസ്ഥാനത്തെ ഹീമോഫീലിയ ബാധിതരായ 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് വിലയേറിയ എമിസിസുമാബ് മരുന്ന്. ഏതാണ്? എമിസിസുമാബ് മരുന്ന്. ഇത് എന്തിനുള്ള? ഹീമോഫീലിയെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എമിസിസുമാബ് മരുന്ന് സൗജന്യമായിട്ട് നൽകുന്നു. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഈ എമിസിസുമാബ് എന്ന് പറയുന്നത് വളരെ വിലയേറിയിട്ടുള്ള മരുന്നാണ്. ഈ മരുന്ന് സൗജന്യമായി കൊടുക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. ഓക്കെ, രാജ്യത്ത് ആദ്യമായാണ് ഒരു സംസ്ഥാന സർക്കാർ ഈ മരുന്ന് സൗജന്യമായിട്ട് നൽകുന്നത്. 2024 ജൂലൈയിൽ ഗുണനിലവാര സർട്ടിഫിക്കേഷനായ ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരള സർക്കാരിന്റെയും ഇന്ത്യൻ റെയിൽവേ മന്ത്രാലയത്തിന്റെയും സംയുക്ത സംരംഭമാണ് കെ-റെയിൽ. ഓക്കെ, അപ്പൊ കെ-റെയിലിന് എന്ത് കിട്ടി? 2024 ജൂലൈയിലെ ISO സർട്ടിഫിക്കേഷൻ കിട്ടി. അപ്പൊ ISO സർട്ടിഫിക്കേഷൻ കിട്ടിയ കേരള കേന്ദ്ര സംയുക്ത സംരംഭമാണ് ഏത്? കെ-റെയിൽ. പഠിച്ചു വെക്കുക. അടുത്തത് 2024 യുനെസ്കോയുടെ ലോക പൈതൃക സമിതിയിൽ അധ്യക്ഷത വഹിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. 2024 യുനെസ്കോയുടെ ലോക പൈതൃക സമിതിയിൽ അധ്യക്ഷത വഹിക്കുന്ന രാജ്യം ഏതാണ്? അത് ഇന്ത്യയാണ്. 2024 ജൂലൈയിൽ ചാന്ദിപുര വൈറസ്, അങ്ങനെ ഒരു ബാധ കേട്ടിട്ടുണ്ടോ? വൈറസ് ബാധ, ചാന്ദിപുര വൈറസ് ബാധ. അത് സ്ഥിരീകരിച്ച് മരണം സ്ഥിരീകരിച്ച സംസ്ഥാനമാണ് ഗുജറാത്ത്. ഈ ചാന്ദിപുര എന്നുള്ള പേര് വരുന്ന തന്നെ ആ സ്ഥലത്ത് ആദ്യമായി റിപ്പോർട്ട് ചെയ്തതുകൊണ്ടാണ്. വൈറസ് ആദ്യമായി കണ്ടെത്തിയത് മഹാരാഷ്ട്രയിലെ ചാന്ദിപുര ഗ്രാമത്തിലാണ്. അതുകൊണ്ടാണ് ഇതിനെ ചാന്ദിപുര വൈറസ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഈ ചാന്ദിപുര വൈറസ് ബാധയേറ്റ് മരണമടഞ്ഞത് ഏത് സംസ്ഥാനത്താണ്? 2024 ജൂലൈ മാസത്തിൽ നമ്മുടെ ഗുജറാത്ത് സംസ്ഥാനത്താണ്. പഠിച്ചു വയ്ക്കാം. വൈറസ് വാഹകരെ ഈച്ചയും കൊതുകുകളുമാണ്. ഈച്ചയും കൊതുകുമാണ് ഇത് വൈറസിനെ വഹിച്ചുകൊണ്ടു പോകുന്നത്. ഇന്ത്യയിൽ ഉരുൾപൊട്ടൽ ദുരന്തം ഉണ്ടാകുന്ന 19 സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളത്തിന്റെ സ്ഥാനം 6. 19 സംസ്ഥാനങ്ങളാണ് ഇന്ത്യയിൽ എന്ത് വരുന്നത്? ഉരുൾപൊട്ടൽ ബാധിക്കുന്നത്. അതിലെ 6ാം സ്ഥാനം കേരളത്തിനാണ്. ഓക്കെ, ആകെ 19 ഇന്ത്യയിൽ 19 സംസ്ഥാനങ്ങളിലെ ആകെ 19 സംസ്ഥാനങ്ങളല്ല, 19 സംസ്ഥാനങ്ങളിലാണ് ഉരുൾപൊട്ടൽ വരുന്നത്. ആ 19ൽ 6ാം സ്ഥാനം കേരളത്തിനാണ്. ISRO പുറത്തിറക്കിയ ലാൻഡ് സ്ലൈഡ് അറ്റ്ലസ് പ്രകാരം ജമ്മു കാശ്മീർ, ഉത്തരാഖണ്ഡ്, അരുണാചൽ പ്രദേശ്, മിസോറാം, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങൾ ആണ് കേരളത്തിന് മുമ്പിൽ. ഇത് വേണമെങ്കിൽ ചോദിച്ചേക്കാം കേട്ടോ. ഈ അടുത്ത് PSC ഇത്തരം ചോദ്യങ്ങൾ ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക്, മെയിൻസ് എക്സാമുകൾക്കെല്ലാം ചോദിക്കാറുണ്ട്. അതായത് താഴെ തന്നിരിക്കുന്നത് കൃത്യമായ ഓർഡറിൽ ISRO പുറത്തിറക്കിയ ലാൻഡ് സ്ലൈഡ് ഇൻഡെക്സ് പ്രകാരമുള്ള കൃത്യമായ ഓർഡറിൽ എഴുതുവാൻ പറയും. അപ്പോൾ ഒരു 5-6 സംസ്ഥാനങ്ങളുടെ പേര് തരും, അല്ലെങ്കിൽ ചിലപ്പോൾ 5-6 സംസ്ഥാനങ്ങൾ പല ഓർഡറിലായിട്ട് എഴുതിയിട്ടുള്ള 4 ഓപ്ഷൻസ് തരും. ഓക്കെ,
വെറുതെ 5-6 സംസ്ഥാനങ്ങളുടെ പേര് ലിസ്റ്റ് ചെയ്തിട്ടാണെങ്കിൽ 1, 2, 3, 4, 5 അങ്ങനെയുള്ള ഓർഡറുകളായിട്ട് എഴുതാനാവും പറയാ. ചിലപ്പോ ഓർഡറിൽ തന്നെ തരും. ഇതുപോലെ തന്നെ ജമ്മു കാശ്മീർ, ഉത്തരാഖണ്ഡ്, അരുണാചൽ പ്രദേശ്, മിസോറാം, മഹാരാഷ്ട്ര, കേരളം ഇങ്ങനെ കൊടുക്കും. ചിലപ്പോ അടുത്ത ഓപ്ഷൻ ആയിട്ട് കേരളം, മഹാരാഷ്ട്ര, ഉത്തരാഖണ്ഡ്, അരുണാചൽ പ്രദേശ്, മിസോറാം, ജമ്മു കാശ്മീർ. അടുത്തത് ജമ്മു കാശ്മീർ, അരുണാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, മിസോറാം, കേരളം, മഹാരാഷ്ട്ര. അങ്ങനെ പല ഓർഡറുകളായിട്ടും കൊടുത്തേക്കാം. ഇതൊന്നും അല്ലാതെ 6 ലിസ്റ്റ് ചെയ്തിട്ട്, വെറുതെ 6 ലിസ്റ്റ് ചെയ്തിട്ട് കൃത്യമായിട്ടുള്ള ഓർഡർ എഴുതാൻ പറഞ്ഞു. ഇതുപോലെ 1, അത് കഴിഞ്ഞാൽ 2, അത് കഴിഞ്ഞാൽ 4, അത് കഴിഞ്ഞാൽ 5, അത് കഴിഞ്ഞാൽ 3, അത് കഴിഞ്ഞാൽ 6, ഇങ്ങനെ നമുക്ക് ഓർഡർ ആക്കാനും ചോദിച്ചേക്കാം കേട്ടോ. അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളെല്ലാം വരാൻ സാധ്യതയുണ്ട്, പഠിച്ചു വയ്ക്കുക. അപ്പോ ഓർഡർ പഠിച്ചോളൂ. ജമ്മു കാശ്മീർ ആദ്യം വരുന്നത്. ജമ്മു കാശ്മീർ ഏറ്റവും മുകളിലുള്ള സംസ്ഥാനം അല്ലെ, ഇന്ത്യയിലെ ഏറ്റവും മുകളിലുള്ള ജമ്മു കാശ്മീരാണ് ആദ്യം വരുന്നത്. ഇത് ഇപ്പൊ ജമ്മു കാശ്മീർ നിങ്ങൾക്കറിയാം സംസ്ഥാനമല്ല എങ്കിൽ കൂടിയും ഇവിടെ ഈ നമ്മുടെ ഭരണപ്രദേശങ്ങളെ ഉൾപ്പെടെ, കേന്ദ്രഭരണ പ്രദേശങ്ങളെ ഉൾപ്പെടെയുള്ള ലിസ്റ്റാണ് ഇത്. അതിനകത്ത് ജമ്മു കാശ്മീരാണ് ആദ്യം വരുന്നത്. അതുപോലെ ഉത്തരാഖണ്ഡാണ്, പിന്നെ അരുണാചൽ പ്രദേശ്, മിസോറാം, മഹാരാഷ്ട്ര കഴിഞ്ഞാൽ കേരളമാണ് ഉരുൾപൊട്ടൽ സാധ്യതയുള്ള 6ാമത്തെ സംസ്ഥാനം. ഉയർന്ന ജനസാന്ദ്രത ഉള്ളതിനാൽ മരണനിരക്ക് കേരളത്തിൽ കൂടുന്നു. ഉരുൾപൊട്ടൽ വരുന്ന സമയത്ത് മരണനിരക്ക് കൂടുതലുള്ള സംസ്ഥാനം ഏതാണ്? അത് കേരളമാണ്. അതിന് കാരണമായി പറയുന്നത് ജനസാന്ദ്രതയാണ്, ഉയർന്ന ജനസാന്ദ്രതയാണ്. ഇതെല്ലാം സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ വേണമെങ്കിൽ ചോദിച്ചേക്കാം കേട്ടോ. ലോകത്ത് ഏറ്റവും കൂടുതൽ പേര് കൊല്ലപ്പെടുന്ന ദുരന്തങ്ങളിൽ 3ാം സ്ഥാനത്താണ് ഉരുൾപൊട്ടൽ. ഈ അടുത്ത് വയനാട് ദുരന്തം ഉണ്ടായതുകൊണ്ടാണ് ഇതെല്ലാം നമുക്ക് ന്യൂസ് ആയിട്ട് വരുന്നത്. സോ 3ാം സ്ഥാനത്താണ് ഉരുൾപൊട്ടൽ. ഏറ്റവും കൂടുതൽ മരണസാധ്യതയുള്ള ദുരന്തങ്ങളിൽ 3ാം സ്ഥാനത്ത് എന്താണ്? ഉരുൾപൊട്ടലാണ്. 2024 ജൂലൈയിൽ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തം ഉണ്ടായത് എവിടെയാണ്? വയനാടാണ്. നിങ്ങൾക്കറിയാം മുണ്ടക്കൈ, അതുപോലെ ചൂരൽമല. നിങ്ങൾ മറന്നിരിക്കാൻ സാധ്യതയില്ല അല്ലെ. മുണ്ടക്കൈ, ചൂരൽമല, വയനാടാണ് ഏറ്റവും വലിയ, ഇന്ത്യയിലെ കേരളത്തിലെ ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ഉണ്ടായത് 2024 ജൂലൈയിലെ നമ്മുടെ മുണ്ടക്കൈ, ചൂരൽമലയിലുള്ള വയനാടാണ്. ചാലിയാർ വഴി നിലമ്പൂർ വരെ ഒഴുകിയെത്തി ദുരന്തം അല്ലെ. ചാലിയാർ വഴി നിലമ്പൂർ വരെ നമ്മുടെ ഈ ഒരു ഉരുൾപൊട്ടലിന്റെ അവസാന ഭാഗം എന്ന് പറയുന്നത് നിലമ്പൂർ വരെ എത്തിയിട്ടുണ്ടായിരുന്നു. ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രം മേപ്പാടി പുഞ്ചിരി മട്ടം ആണ്. പുഞ്ചിരി മട്ടം, മേപ്പാടി പുഞ്ചിരി മട്ടമാണ് ഇതിന്റെ പ്രഭവ കേന്ദ്രം. ഇന്ത്യയിലെ ഏറ്റവും വലിയ അർബൻ ടണൽ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതാണ്? അത് താനെ ബോറിവാലിയാണ്. താനെ, മഹാരാഷ്ട്രയിലെ താനെയും ബോറിവാലയും തമ്മിലാണ് ഏറ്റവും വലിയ അർബൻ ടണൽ ബന്ധിപ്പിക്കുന്നത്. 11.2 കിലോമീറ്റർ ആണ് നീളം. 11.2 കിലോമീറ്റർ ആണ് നീളം. മഹാരാഷ്ട്രയിലാണ് ഏറ്റവും നീളം കൂടിയ അർബൻ ടണലാണ്. ഏതെല്ലാം സ്ഥലങ്ങളാണ്? താനെയും ബോറിവാലിയും തമ്മിലാണ്. മഹാരാഷ്ട്രയാണ്. പഠിച്ചു വയ്ക്കാം. ഇനി സുഖോയ് വിമാനത്തിൽ സഞ്ചരിക്കുന്ന 4ാമത് രാഷ്ട്രപതിയായിട്ട് ദ്രൗപദി മുർമു വന്നു. നമുക്കറിയാം മുമ്പ് നമ്മുടെ രാംനാഥ് കോവിന്ദും അതുപോലെ തന്നെ പ്രതിഭ ദേവി സിംഗ് പാട്ടീലും എല്ലാം ഇതിൽ സഞ്ചരിച്ച സമയത്ത് വളരെയധികം ന്യൂസായി. APJ അബ്ദുൽ കലാം യാത്ര ചെയ്ത സമയത്തും ഒക്കെ മുമ്പ് PSC ചോദിച്ചിട്ടുണ്ട്. ആദ്യമായി സുഖോയ് വിമാനത്തിൽ സഞ്ചരിച്ച ആദ്യ രാഷ്ട്രപതി ആരെ എന്ന് ഡോക്ടർ APJ അബ്ദുൽ കലാമിന് ഉത്തരം വരുന്ന രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ആരൊക്കെയാണ്? APJ അബ്ദുൽ കലാം, അതുപോലെ പ്രതിഭ ദേവി സിംഗ് പാട്ടീൽ, രാംനാഥ് കോവിന്ദ്, പിന്നെ ഇപ്പോൾ ദ്രൗപദി മുർമു. കേട്ടോ, പഠിച്ചു വയ്ക്കുക. അടുത്ത ചോദ്യം ഇതാണ്. പുതിയ ക്രിമിനൽ നിയമമായ ഭാരതീയ ന്യായ സംഹിത പ്രകാരം രാജ്യത്ത് ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തത് മധ്യപ്രദേശിലെ ഹനുമാൻ ഗഞ്ച് പോലീസ് സ്റ്റേഷനിലാണ്. മധ്യപ്രദേശിലാണ് ഹനുമാൻ ഗഞ്ച് പോലീസ് സ്റ്റേഷനാണ്. നിങ്ങൾക്കറിയാം IPCക്ക് പകരമായിട്ട്, ഇന്ത്യൻ പീനൽ കോഡിന് പകരമായിട്ട് 2024 ജൂലൈ മാസം 1 തീയതി മുതൽ നിലവിൽ വന്ന നിയമമാണ് ഭാരതീയ ന്യായ സംഹിത. അതുപോലെ കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയറിന് പകരം കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ CRPC, ഈ CRPCക്ക് പകരം 2024 ജൂലൈ മാസം 1 മുതൽ നിലവിൽ വന്ന മറ്റൊരു നിയമസംഹിതയാണ് ഏത്? ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത. ഏതാണ്? ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത. ഇതുപോലെ തന്നെ ഇതേ ദിവസം 2024 ജൂലൈ മാസം 1 തീയതി തന്നെ നിലവിൽ വന്ന നമ്മുടെ ഇന്ത്യൻ എവിഡൻസ് ആക്ടിന് പകരം നിലവിൽ വന്ന പുസ്തകമാണ് ഭാരതീയ സാക്ഷ്യ അധിനിയം. എന്താണ്? ഭാരതീയ സാക്ഷ്യ അധിനിയം. 3 ആക്ടുകൾ പുതിയത്. ഒന്ന് BNS ഭാരതീയ ന്യായ സംഹിത, രണ്ടാമത്തെ BNSS ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, മൂന്നാമത്തെ BSA ഭാരതീയ സാക്ഷ്യ അധിനിയം. ഇതെല്ലാം വരുന്നത് 2024 ജൂലൈ മാസം 1 തീയതി മുതലാണ്. അപ്പോൾ ഈ BNS പ്രകാരം ഇത്രയും നാൾ IPC പ്രകാരം കേസ് ചാർജ് ചെയ്തതിന് പകരം ഇപ്പൊ BNS പ്രകാരമാണ് കേസ് ചാർജ് ചെയ്യുന്നത്. ആ BNS പ്രകാരം
കേസ് രജിസ്റ്റർ ചെയ്ത ആദ്യത്തെ പോലീസ് സ്റ്റേഷനാണ് മധ്യപ്രദേശിലെ ഹനുമാൻഗഞ്ച് പോലീസ് സ്റ്റേഷൻ. പഠിച്ചു വയ്ക്കാം. ഇനി കാർബൺ പുറന്തള്ളലിൽ മുന്നിൽ ചൈനയാണ് 1-ാം സ്ഥാനത്ത്, ചൈനയും ഇന്ത്യ 3-ാം സ്ഥാനത്തുമായിട്ട് എത്തിയിരിക്കുന്നു. പഠിച്ചു വയ്ക്കുക. കാർബൺ എമിഷൻ അല്ലെ, കാർബൺ എമിഷനിൽ 1-ാം സ്ഥാനം ചൈനയും ഇന്ത്യ 3-ാം സ്ഥാനത്തുമാണെന്ന് പഠിക്കാം. ഏക GI ടാഗ് പദവി ലഭിച്ച മുഷ്ക് ബജ്ജി അരി എവിടെ നിന്നുള്ള ഉൽപ്പന്നമാണ്? ജമ്മു കാശ്മീർ. ഇത്രയേ ഉള്ളൂ. GI ടാഗ് പദവി ലഭിച്ച മുഷ്ക് ബജ്ജി അരി എന്താണ്? മുഷ്ക് ബജ്ജി അരി. മുഷ്ക് ബജ്ജി അരി നമുക്കറിയാം GI ടാഗ് പറയുന്നത് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ആണ്. അതായത് സ്ഥലങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ആ ഒരു GI ടാഗ് കൊടുക്കുന്നത്. അപ്പോ തീർച്ചയായും ചോദിക്കുക ഇത് എവിടത്തെയാണ് എന്നുള്ള, ഏത് ജോഗ്രഫിക്കൽ ലൊക്കേഷനിലുള്ളതാണ്? അത് ജമ്മു കാശ്മീരിലാണ്. ജമ്മു കാശ്മീരിലാണ് മുഷ്ക് ബജ്ജി അരി ഉള്ളത്. ഇതിന് ഈ അടുത്ത GI ടാഗ് ലഭിച്ചു. പഠിച്ചു വെക്കാം. 24 മണിക്കൂറിനുള്ളിൽ 11 ലക്ഷത്തിലധികം വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ച് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ് നേടിയ സ്ഥലമാണ് ഇൻഡോർ. മധ്യപ്രദേശിലെ ഇൻഡോറിലാണ് 11 ലക്ഷത്തിലധികം വൃക്ഷത്തൈകൾ 24 മണിക്കൂറിനുള്ളിൽ നട്ടുകൊണ്ട് ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്ഥാപിച്ചത്. PM സൂര്യഭവനം പദ്ധതിയിൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ പുരപ്പുറ സൗരോർജ പ്ലാന്റ് സ്ഥാപിച്ച സംസ്ഥാനങ്ങളിൽ ഒന്നാമതെത്തിയത് ഗുജറാത്താണ്. കേരളത്തിന്റെ സ്ഥാനം 3-ാമത്. അപ്പോ വീടിന്റെ മുകളിൽ സൗരോർജ പ്ലാന്റുകൾ നിർമ്മിക്കുന്ന പദ്ധതിയാണ് PM സൂര്യ കേട്ടോ. PM സൂര്യഭവനം. PM സൂര്യഭവനം പഠിക്കാൻ എളുപ്പമല്ലേ? സൂര്യൻ അല്ലെ, സോളാർ അല്ലെ, സൂര്യ വീടിന്റെ മുകളിലല്ലേ ഭവനം. അപ്പൊ PM സൂര്യഭവനം. ഇതില് ഏറ്റവും കൂടുതൽ സൗരോർജ പ്ലാന്റുകൾ സ്ഥാപിച്ച സംസ്ഥാനം ഗുജറാത്തും കേരളത്തിലെ 3-ാം സ്ഥാനവുമാണ്. പഠിച്ചു വയ്ക്കുക. അപ്പൊ നമ്മൾ ഇത്രയും പഠിച്ചത് ഒന്നുകൂടി റിവൈസ് ചെയ്താലോ? ലാസ്റ്റ് റിവൈസ് ചെയ്ത് നിർത്തിയത് ഈ ഒരു കേരയിൽ എന്ന് പറയുന്ന പോയിന്റിലല്ലേ. നമുക്ക് ഇവിടെ നോക്കാം. 2024 യുനെസ്കോയുടെ ലോക പൈതൃക സമിതിയിൽ അധ്യക്ഷത വഹിക്കുന്ന രാജ്യം ഇന്ത്യയാണെന്ന് പഠിച്ചു. അതുപോലെ ഗുജറാത്തിലാണ് ചാന്ദിപുര വൈറസ് ബാധ മൂലം പുതിയ മരണം റിപ്പോർട്ട് ചെയ്തതെന്ന് പഠിച്ചു. ഇത് ചാന്ദിപുര എന്ന് പറയുന്നത് നമ്മുടെ മഹാരാഷ്ട്രയിലെ ഒരു സ്ഥലമാണ് എന്ന് പഠിച്ചു. ഇതിന് കാരണമായത് ഈച്ചയും കൊതുകുമാണെന്നും നമ്മൾ മനസ്സിലാക്കി. അതുപോലെ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടാകുന്ന 19 സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഇന്ത്യക്ക് 6-ാം സ്ഥാനമാണ്. അതിൽ 1-ാം സ്ഥാനം ജമ്മു കാശ്മീരാണ്, 2-ാമത് ഉത്തരാഖണ്ഡ്, പിന്നെ അരുണാചൽ പ്രദേശ്, മിസോറാം, മഹാരാഷ്ട്ര, അതിനുശേഷം കേരളമാണ് വരുന്നത്. കേരളത്തിൽ ഉയർന്ന ജനസാന്ദ്രതയുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുള്ള സംസ്ഥാനമായിട്ട് കേരളത്തെ കണക്കാക്കപ്പെടുന്നു. അതുപോലെ ലോകത്തെ ഏറ്റവും കൂടുതൽ പേര് കൊല്ലപ്പെടുന്ന ദുരന്തങ്ങളിൽ 3-ാം സ്ഥാനമാണ് നമ്മുടെ ഈ ഉരുൾപൊട്ടലിന്. 2024 ജൂലൈ മാസം എവിടെയാണ്? വയനാട് മുണ്ടക്കൈ ചൂരൽമല ഭാഗത്തായിട്ട് നമുക്ക് ഏറ്റവും വലിയ, കേരളത്തിലെ ഇതുവരെ റിപ്പോർട്ട് ചെയ്തതിലെ ഏറ്റവും വലിയ ഉരുൾപൊട്ടലുണ്ടായി. ചാലിയാർ വഴി നിലമ്പൂർ വരെ ഒഴുകിയെത്തിയ ദുരന്തം. ഉരുൾപൊട്ടലിലെ പ്രഭവ കേന്ദ്രം മേപ്പാടി പുഞ്ചിരിപ്പാടം എന്നത് മനസ്സിലായി. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ അർബൻ ടണൽ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് താനെയും അതുപോലെ ബോറിവാലിയും. മഹാരാഷ്ട്രയിലാണ്. 11.2 കിലോമീറ്റർ ദൂരമാണ് ഉള്ളത്. സുഖോയ് യുദ്ധവിമാനത്തിൽ സഞ്ചരിക്കുന്ന എത്രാമത്തെ രാഷ്ട്രപതിയാണ്? ദ്രൗപദി മുർമു. 4-ാമത്തെയാണ്. ആദ്യത്തെ APJ അബ്ദുൽ കലാമാണ്. 2-ാമത്തെ ആരാണ്? നമ്മുടെ പ്രതിഭാ ദേവി സിംഗ് പാട്ടീലാണ്. 3-ാമത്തെ നമ്മുടെ രാംനാഥ് കോവിന്ദാണ്. 4-ാമത്തെ സുഖോയ് MKI എന്ന് പറയുന്ന വിമാനത്തിലെ നമ്മുടെ ദ്രൗപദി മുർമു എന്ന രാഷ്ട്രപതി സഞ്ചരിച്ചു. അടുത്ത പോയിന്റ് എന്താ പഠിച്ചത്? BNS പ്രകാരം ആദ്യമായിട്ട് കേസ് റിപ്പോർട്ട് ചെയ്തത് മധ്യപ്രദേശിലെ ഹനുമാൻഗഞ്ച് പോലീസ് സ്റ്റേഷനിലാണ്. അതുപോലെ കാർബൺ പുറന്തള്ളിലെ കാർബൺ എമിഷനിലെ ചൈന 1-ാമതും ഇന്ത്യ 3-ാമതുമാണ്. GI ടാഗ് ലഭിച്ച മുഷ്ക് ബജ്ജി അരി എവിടെയാണുള്ളത്? ജമ്മു കാശ്മീരിലാണ്. 11 ലക്ഷത്തിലധികം വൃക്ഷത്തൈകൾ 24 മണിക്കൂറിനുള്ളിൽ നട്ട് ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയത് എവിടെയാണ്? അത് ഇൻഡോറിലാണെന്ന് പഠിച്ചു. PM സൂര്യഭവനം പദ്ധതിയിലെ ഏറ്റവും കൂടുതൽ സോളാർ പാനലുകൾ, വീടിന്റെ മുകളിൽ ഏറ്റവും കൂടുതൽ സോളാർ പാനലുകൾ നടപ്പിലാക്കിയ സംസ്ഥാനം അത് ഗുജറാത്തും കേരളത്തിലെ 3-ാം സ്ഥാനവുമാണ്. ഓക്കെ, അടുത്ത പോയിന്റ് 2-ാമത്തെ വനിതാ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. അത് കുറച്ചു മുമ്പത്തെ പോയിന്റിനെ കൂട്ടിച്ചേർത്തുള്ള കേട്ടോ. ഇവിടെ പറഞ്ഞില്ലേ നമ്മൾ എവിടെയാണ് നമ്മൾ ഈ ഒരു പോയിന്റ് സുഖോയ് M30 അല്ലെ, ആ സുഖോയ് 30 MKയില് സഞ്ചരിക്കുന്ന സുഖോയ് വിമാനത്തിൽ സഞ്ചരിക്കുന്ന 2-ാമത്തെ വനിത. കാരണം ഓൾറെഡി പ്രതിഭാ ദേവി സിംഗ് പാട്ടീൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 2-ാമത് വരുന്ന ആ വ്യക്തിയാണ് എന്നുള്ളതാണ് ആ പോയിന്റിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അടുത്തത് തേജസ് യുദ്ധവിമാനത്തിൽ യാത്ര ചെയ്ത ആദ്യത്തെ ഇന്ത്യ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. തേജസ് യുദ്ധവിമാനത്തിൽ യാത്ര ചെയ്ത ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? നരേന്ദ്രമോദി. ജാർഖണ്ഡ് മുഖ്യമന്ത്രി ചെമ്പൈ സോറൻ രാജിവെച്ചു.
ചെമ്പൈ സോറൻ രാജിവെച്ചു. പുതിയ മുഖ്യമന്ത്രി ആരാണ്? ഇദ്ദേഹമാണ് ഹേമന്ത് സോറൻ. ഹേമന്ത് സോറനാണ് നമ്മുടെ ജാർഖണ്ഡിലെ പുതിയ മുഖ്യമന്ത്രി. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ നിലവിലെ പ്രസിഡന്റ് നവാഫ് സലാം. പഠിച്ചു വെക്കുക, നവാഫ് സലാം. നവാഫ് സലാം ആണ് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, അല്ലെ? ഹേഗിലാണ് അതിന്റെ ആസ്ഥാനം. ആ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ നിലവിലെ പ്രസിഡന്റ് നവാഫ് സലാം ആണ്. 2024 ജൂലൈയിൽ അമേരിക്കയിലെ ഇന്ത്യൻ സ്ഥാനപതിയായി നിയമിതനായത് വിനയ് മോഹൻ ക്വത്ര. ആരാണ്? വിനയ് മോഹൻ ക്വത്ര. വിനയ് മോഹൻ ക്വത്രയാണ് അമേരിക്കയിലെ ഇന്ത്യൻ സ്ഥാനപതിയായിട്ട് നിയമിതനായത്, ഇന്ത്യൻ അംബാസിഡർ, അല്ലെ? ഓക്കെ. അടുത്ത 1971 വിമോചന സമരത്തിൽ രക്തസാക്ഷികളായവരുടെ കുടുംബാംഗങ്ങൾക്ക് സർക്കാർ ജോലിയിൽ 30% സംവരണം നൽകി. അത് എവിടെയാണെന്ന് മനസ്സിലായോ? 1971 എന്നൊക്കെ പറയുമ്പോ 1971 എവിടെയാ? ബംഗ്ലാദേശിൽ, അല്ലെ? അപ്പോ അങ്ങനെ ബംഗ്ലാദേശിലാണ് ഉണ്ടാവുന്നത്. അന്ന് 1971 വിമോചന സമരത്തിൽ രക്തസാക്ഷിയായിട്ടുള്ളവരുടെ കുടുംബത്തിൽപ്പെട്ടവർക്ക് സർക്കാർ ജോലിയിൽ 30% സംവരണം നൽകുന്നതിനെതിരെ 2024 ജൂലൈയിൽ വൻതോതിലുള്ള വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ അരങ്ങേറിയ രാജ്യമാണ് ബംഗ്ലാദേശ്. പഠിച്ചു വയ്ക്കുക. 1971 കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയുമായിരിക്കും, അല്ലെ? ബംഗ്ലാദേശ് വിമോചനം നടന്ന സമയമാണ്. ആ സമരത്തിൽ പങ്കെടുത്ത് രക്തസാക്ഷികളായവരുടെ കുടുംബാംഗങ്ങൾക്ക് സർക്കാർ ജോലിയിൽ 30% സംവരണം ഏർപ്പെടുത്താൻ തീരുമാനിച്ച രാജ്യമാണ് ബംഗ്ലാദേശ്. ആ രാജ്യത്ത് എന്ത് ചെയ്യുന്നു? വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ നടന്നു. അതുകൊണ്ട് ന്യൂസ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അടുത്ത പോയിന്റ്, ലോകത്തിലെ 3ാമത്തെ വലിയ ആഭ്യന്തര വിമാന വിപണിയായി ഇന്ത്യ. ഓക്കെ, അമേരിക്കയാണ് 1ാം സ്ഥാനം, ചൈന 2ാം സ്ഥാനത്താണ്. അപ്പൊ ഏറ്റവും കൂടുതൽ വിമാനം നിർമ്മിക്കുന്ന, അല്ലെ, വിമാന വിപണി, അല്ലെ, ആഭ്യന്തര വിമാന വിപണിയിലെ ഏറ്റവും കൂടുതൽ നടക്കുന്നത് അമേരിക്കയിലും, 2ാം സ്ഥാനം ചൈനയും, 3ാം സ്ഥാനം ഇന്ത്യയുമാണ്. പഠിച്ചു വെക്കുക, ചോദിക്കാൻ സാധ്യതയുണ്ട്. 5ാം സ്ഥാനത്തായിരുന്നു ഇന്ത്യ. ഇപ്പോൾ ബ്രസീലിനെയും ഇന്തോനേഷ്യനെയും മറികടന്നാണ് 3ാം സ്ഥാനത്ത് എത്തിയത്. അപ്പൊ ആ ഒരു ഇംപ്രൂവ്മെന്റ് ചോദിക്കാനുള്ള ഒരു സാധ്യത നമുക്ക് കാണുന്നുണ്ട്. അടുത്ത പോയിന്റ്, 2024 ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ പ്രമേയം വികസിത ഭാരതം എന്നുള്ളതാണ്. പഠിച്ചു വയ്ക്കുക, വികസിത ഭാരതം. 2024 ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിന ആഘോഷത്തിന്റെ പ്രമേയമാണ് വികസിത ഭാരതം. ഓക്കെ. ഡൽഹി പ്രകൃതി മൈതാനിൽ ഭാരത മണ്ഡപത്തിൽ 46ാമത് ആഗോള പൈതൃക സമ്മേളനം. പഠിച്ചതല്ലേ നമ്മൾ? ഇതൊരുവണ പഠിച്ച കേട്ടോ. 46ാമത് ആഗോള പൈതൃക സമ്മേളനം നടക്കുന്നത് ഡൽഹിയിലാണെന്ന് നമ്മൾ പോയിന്റ് പഠിച്ചതാണ്. അടുത്തത് ഈ പുസ്തകത്തെ കുറിച്ചാണ്. പവർ വിത്തിൻ. ചോദിക്കാൻ ഒരുപാട് സാധ്യതകളുണ്ട്. പവർ വിത്തിൻ. കാരണം എന്താ? പവർ വിത്തിൻ എന്ന് പറയുന്നത് ഒരു പുസ്തകമാണ്. അത് ഡോക്ടർ ആർ ബാലസുബ്രഹ്മണ്യം കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗിന് സമർപ്പിച്ചുകൊണ്ട് പുറത്തിറക്കിയതാണ്. പക്ഷെ അതിലെ പോയിന്റ് എന്താ? ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃപാടവത്തെ അടിസ്ഥാനമാക്കി എഴുതിയ പുസ്തകമാണ്. നരേന്ദ്രമോദിയുടെ നേതൃപാടവത്തെ കുറിച്ച് അതുമായി ബന്ധപ്പെട്ട് എഴുതിയ പുസ്തകമാണ് പവർ വിത്തിൻ. പവർ വിത്തിൻ. പവർ വിത്തിൻ. ഓക്കെ. ദ ലീഡർഷിപ്പ് ലെഗസി ഓഫ് നരേന്ദ്രമോദി എന്നുള്ളതാണ് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. ആർ ബാലസുബ്രഹ്മണ്യമാണ് ഇത് രചിച്ചത്. ആർ ബാലസുബ്രഹ്മണ്യം. ഇദ്ദേഹം ഇത് ഡോക്ടർ ജിതേന്ദ്ര സിംഗിനാണ് ഇത് സമർപ്പിച്ചുകൊണ്ടാണ് ഈ പുസ്തകം രചിച്ചത്. പഠിച്ചു വെക്കുക. അടുത്ത പോയിന്റ്, സ്വതന്ത്ര ഇന്ത്യയിൽ തുടർച്ചയായി ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച നേട്ടത്തിൽ CD ദേശ്മുഖിനൊപ്പം നിർമ്മല സീതാരാമൻ. 7ാമത്തെ പ്രാവശ്യമാണ് തുടർച്ചയായിട്ട് എന്ത് ചെയ്യുന്നത്? കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുന്നു. ആരാണ് അദ്ദേഹം? നിർമ്മല സീതാരാമനാണ്. മുമ്പ് CD ദേശ്മുഖും 7 പ്രാവശ്യമാണ് ഇതുപോലെ തുടർച്ചയായിട്ട് അവതരിപ്പിച്ചത്. ഒരുപക്ഷെ 8ാമതോ 9ാമതോ ഒക്കെ ഇനി വരാൻ സാധ്യതയുണ്ട്, അല്ലെ? അദ്ദേഹം മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറിയില്ലെങ്കിൽ നിർമ്മല സീതാരാമൻ നമ്മുടെ CD ദേശ്മുഖിനെ ഓവർടേക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ ഇന്ത്യയിലെ തുടർച്ചയായി ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യ ഇന്ത്യയിൽ തുടർച്ചയായി ഏറ്റവും കൂടുതൽ ബജറ്റുകൾ അവതരിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോ CD ദേശ്മുഖിനൊപ്പം നിർമ്മല സീതാരാമനാണ്. നടപ്പ് സാമ്പത്തിക വർഷം ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച 6.5 മുതൽ 7% വരെ ആയിരിക്കുമെന്ന് കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക സർവേ റിപ്പോർട്ട്. ചോദിക്കാൻ സാധ്യതയുണ്ട്. ഈ അടുത്ത സാമ്പത്തിക സർവേ റിപ്പോർട്ടിൽ നിന്നും ഈ വളർച്ചാ നിരക്ക് എത്രയാണെന്ന് ചോദിച്ചിരുന്നു. സോ പഠിച്ചു വയ്ക്കുക, 6.5 മുതൽ 7% വരെ ആയിരിക്കുമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക സർവേ റിപ്പോർട്ട്. ഓക്കെ അല്ലേ? 2024 കേന്ദ്ര ബജറ്റിൽ മൈനർ ആയിട്ടുള്ള കുട്ടികൾക്കായി, മൈനർ എന്ന് പറയുമ്പോൾ 18 വയസ്സിൽ താഴെ, പ്രഖ്യാപിക്കപ്പെട്ട പെൻഷൻ പദ്ധതിയാണ് NPS വാത്സല്യ. ഇതിലെ NPS നിങ്ങൾക്കറിയാം, നാഷണൽ പെൻഷൻ സ്കീമാണ്, അല്ലെ?
അതിന്റെ കൂടെ വാത്സല്യ കൂട്ടിച്ചേർക്കുക. കാരണം മൈനർ അല്ലേ, ചെറിയ കുട്ടിയല്ലേ. അപ്പോ മൈനറായ കുട്ടികൾക്കുള്ള പെൻഷൻ പദ്ധതിയാണ് NPS വാത്സല്യ. 2024 കേന്ദ്ര ബജറ്റ് പ്രകാരം പ്രധാനമന്ത്രി മുദ്രാ പദ്ധതിയുടെ വായ്പാ പരിധി 10 ലക്ഷത്തിൽ നിന്ന് 20 ലക്ഷം രൂപയാക്കി ഉയർത്തി. ചോദിക്കാൻ സാധ്യതയുണ്ട്. നിലവിൽ മുദ്രാ പദ്ധതിയുടെ വായ്പാ പദ്ധതിയുടെ ഉയർന്ന പരിധി എത്രയാണ്? 20 ലക്ഷമാണ്. 10 ലക്ഷമായിരുന്നു, അത് 20 ലക്ഷമാക്കി ഉയർത്തി. 2025 HIV അണുബാധ ഇല്ലാതാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ക്യാമ്പയിൻ 1 എന്നുള്ളതാണ്. എന്താണ്? 1 എല്ലാവർക്കും 1 പൂജ്യത്തിലേക്ക്. എന്ത് പൂജ്യത്തിലേക്കാക്കാം? HIV ബാധ പൂജ്യത്തിലേക്ക് എത്തിക്കാം എന്നുള്ള പദ്ധതിയാണ് 1 അത് ഏത് വർഷത്തോടു കൂടിയാ? 2025, അടുത്ത വർഷം അല്ലെ. 2025 HIV അണുബാധ ഇല്ലാതാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ക്യാമ്പയിനാണ് 1 അടുത്ത പോയിന്റ്, സർക്കാർ ചെലവിന്റെ ഏറ്റവും വലിയ വിഹിതം പ്രതിരോധത്തിനാണ്. ചോദിക്കാൻ സാധ്യതയുണ്ട്. ബജറ്റിൽ സർക്കാർ ചെലവിന്റെ ഏറ്റവും കൂടുതൽ വിഹിതം എവിടെയാണ് വരുന്നത്? അത് പ്രതിരോധത്തിനാണ്. പഠിച്ചു വെക്കുക. അപ്പൊ നമുക്കൊന്നും കൂടി റിവൈസ് ചെയ്താലോ? ഏത് പോയിന്റാ? ഇവിടം വരെയല്ലേ നമ്മൾ പഠിച്ചു നിർത്തിയത്. ഇവിടേക്ക് ഒന്നും കൂടി നമുക്ക് റിവൈസ് ചെയ്യാം. നമ്മുടെ ദ്രൗപദി മുർമുവിനെ കുറിച്ച് ഒരു പോയിന്റ് പറഞ്ഞു, 9 അല്ലെ. നമ്മുടെ സുഖോയ് വിമാനത്തിലെ 2ാമത്തെ വനിതാ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. അതുപോലെ തേജസ് യുദ്ധവിമാനത്തിൽ യാത്ര ചെയ്ത ആദ്യത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെന്ന് പഠിച്ചു. ജാർഖണ്ഡിലെ പുതിയ മുഖ്യമന്ത്രി ഹേമന്ത് സോറനാണെന്ന് പഠിച്ചു. അതുപോലെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ICJയുടെ ഹേഗിലുള്ള ICJയുടെ പുതിയ പ്രസിഡന്റ് നവാഫ് സലാം ആണ് എന്ന് പഠിച്ചു. അതുപോലെ അമേരിക്കയിലെ ഇന്ത്യൻ സ്ഥാനപതിയായി നിയമിതനായത് വിനയ് മോഹൻ ക്വത്ര ആണ് എന്ന് നമ്മൾ പഠിച്ചു. പിന്നെ ബംഗ്ലാദേശിലാണ് 30% സംവരണം. 1971 വിമോചന സമരത്തിൽ രക്തസാക്ഷികളായവരുടെ കുടുംബാംഗങ്ങൾക്ക് 30% സർക്കാർ ജോലിയിൽ സംവരണം ചെയ്തതിനെതിരെ നമ്മൾ എന്ത് ചെയ്തു? അവിടെ പ്രക്ഷോഭം നടന്ന രാജ്യമാണ് ബംഗ്ലാദേശ്. അതുപോലെ ലോകത്തിലെ 3ാമത്തെ വലിയ ആഭ്യന്തര വിമാന വിപണിയായിട്ട് ഇന്ത്യ മാറി. ഏറ്റവും 1ാം സ്ഥാനത്ത് അമേരിക്കയും 2ാം സ്ഥാനത്ത് ചൈനയുമാണ്. അതുപോലെ 5ാം സ്ഥാനത്തായിരുന്നു ഇന്ത്യ ബ്രസീലിനും ഇന്തോനേഷ്യയുമാണ് മറികടന്നത് എന്ന് നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ വികസിത ഭാരത് എന്ന് പറയുന്നത് 2024 സ്വാതന്ത്ര്യ ദിന ആഘോഷത്തിന്റെ നമ്മുടെ പ്രമേയമാണ് വികസിത ഭാരതം എന്ന് പഠിച്ചു. പിന്നെ പ്രധാനമന്ത്രിയുടെ നേതൃപാഠവത്തെ ആസ്പദമാക്കിയിട്ട് R ബാലസുബ്രഹ്മണ്യം രചിച്ച പുസ്തകമാണ് പവർ വിത്തിൻ എന്നുള്ളത്. ചോദിക്കാൻ വളരെ സാധ്യതയുണ്ടത്. സ്വതന്ത്ര ഇന്ത്യയിൽ തുടർച്ചയായി ഏറ്റവും കൂടുതൽ ബജറ്റുകൾ അവതരിപ്പിച്ച ധനമന്ത്രിയാണ് നമ്മുടെ നിർമ്മല സീതാരാമൻ. CT ദേശ്മുഖിന്റെ 7 എന്നുള്ള എണ്ണം, എത്ര എണ്ണമാണ് എന്ന് ചോദിച്ചാൽ 7 എണ്ണമാണ് നിലവിലുള്ളത്. ഓക്കെ. അതുപോലെ 6.5 മുതൽ 7% വരെ ആയിരിക്കുമെന്നാണ് നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് എന്ന സാമ്പത്തിക സർവേ റിപ്പോർട്ടിൽ പറയുന്നു. അതുപോലെ കുട്ടികൾക്കായിട്ട്, മൈനർ കുട്ടികൾക്കായിട്ട് പ്രഖ്യാപിച്ച പെൻഷൻ പദ്ധതിയാണ് 2024 ബജറ്റിൽ പ്രഖ്യാപിച്ച പെൻഷൻ പദ്ധതിയാണ് NPS വാത്സല്യ എന്ന് പറയുന്നത്. പിന്നെ മുദ്രാ പദ്ധതിയുടെ വായ്പ എന്ന് പറയുന്നത് 10 ലക്ഷത്തിൽ നിന്നും 20 ലക്ഷത്തിലേക്ക് ഉയർത്തി വായ്പാ പരിധി. അതുപോലെ 2025 HIV എന്ന് പറയുന്നത് മുഴുവനായിട്ടും ഇന്ത്യയിൽ തുടച്ചു നീക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയുടെ പേര്, ആ ക്യാമ്പയിന്റെ പേരാണ് 1 അല്ലെ, 1 പിന്നെ സർക്കാർ ചെലവിന്റെ ഏറ്റവും കൂടുതൽ ചെലവ് വരുന്നത് വിഹിതം എവിടെയാണ്? അത് നമ്മുടെ പ്രതിരോധ മേഖലയിലാണ് എന്ന് പഠിച്ചു. ഇത്രയുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഇതിന്റെ ബാക്കിയുണ്ട്, കുറച്ച് പോയിന്റുകൾ കൂടി പഠിക്കാനുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, താങ്ക് യു.